Hi friends, welcome back to my channel. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് there was, there were ഇതിന്റെ യൂസേജ് ആണ്. ഓക്കെ, ഇത് രണ്ടും എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പാസ്റ്റിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ് there was, there were എന്ന് യൂസ് ചെയ്യുക. ഇതിന്റെ മീനിങ് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ there was, there were അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഈ there was എപ്പോഴാണ് വെക്കുക? പാസ്റ്റില് ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോഴോ ഏതെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോഴോ ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴോ ആണ് there was യൂസ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. There was a book on the table. There was a book on the table. അവിടെ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഗാർഡനിൽ ഒരു കാറ്റ് ഉണ്ടായിരുന്നു. There was a cat in the garden. There was a cat in the garden. പാസ്റ്റിൽ നടന്നൊരു സംഭവമാണ്. ഓക്കെ, there was a cat in the garden. ഇനി ഏതൊരു യൂസേജ് ആണ്? ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പറയാറില്ല ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ, ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്. എങ്ങനെ പറയും? There was a problem yesterday. There was a problem yesterday. ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് there wasന്റെ യൂസേജ്. ഇനി there were ഇതിന്റെ യൂസേജ് നോക്കാം. ഇത് ഒന്നിൽ കൂടുതൽ വ്യക്തികളോ സംഭവങ്ങളോ വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴാണ് there were വയ്ക്കുക. റൂമിൽ 2 ചെയർസ് ഉണ്ടായിരുന്നു. There were 2 chairs in the room. There were 2 chairs in the room. റൂമിൽ 2 കസേരകൾ ഉണ്ടായിരുന്നു. മരത്തിൽ ധാരാളം പക്ഷികൾ ഉണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ആണ് അല്ലേ? There were many birds in the tree. There were many birds in the tree. മരത്തിൽ ധാരാളം പക്ഷികൾ ഉണ്ടായിരുന്നു. ലൈബ്രറിയിൽ 5 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. There were 5 students in the library. There were 5 students in the library. അപ്പോൾ there was, there were എവിടെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇനി ഇതെങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് ആക്കുക? There was, there were ഇതിന് ശേഷം not എന്ന് വെച്ച് കൊടുത്താൽ നെഗറ്റീവായി. ഓക്കെ, അപ്പോ അവിടെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എങ്ങനെ പറയും? There wasn't any problem. There wasn't any problem. ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. There weren't people at the bus stop. There weren't people at the bus stop. അപ്പൊ ഇങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുക. നമ്മൾ നെഗറ്റീവ് ആക്കാൻ പഠിച്ചു. ഇനി ഇതെങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ was അല്ലെങ്കിൽ were ഫസ്റ്റ് വെച്ചിട്ട് ബാക്കി സെന്റൻസ് നമ്മൾ അതുപോലെ അങ്ങ് എഴുതിയാൽ ക്വസ്റ്റ്യന്റെ രൂപം ആയി. ഓക്കെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? Was there any problem? Was there any problem? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നോ? ടീച്ചേഴ്സ് പ്ലൂറൽ ആയി അല്ലേ? അപ്പോൾ were there teachers in the staff room? Were there teachers in the staff room? സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.